മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം എന്നല്ല, ഇവിടുത്തെ കല്ലിനെല്ലാം ഒരു അസാധ്യ സൗന്ദര്യമാണ്. ക്ഷമി കയറി വെക്കാം, മുകളിലോട്ട് വരുന്ന. ഇവിടെ സൗദിയിൽ ഹായിൽ വന്നതാണ്. വൈകിട്ട് ഒരു 6 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്താമെന്ന് പറഞ്ഞപ്പോഴേക്ക് ഞങ്ങളുടെ ഇഫ്താറിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങിക്കഴിഞ്ഞു. ഷമി റെഡിയല്ലേ? കത്തി നിനക്ക് തരാം. വൺസ് വി ആർ റെഡി. ഇത്രയും ആളുകളൊന്നും ചുരുങ്ങിയ സമയത്തിൽ വരുന്ന പ്രതീക്ഷയില്ല കേട്ടോ. ഓ മാഷാ അല്ലാ, ഇനിയും വരുന്നേ ഉള്ളൂ ആളുകളൊക്കെ. നേരത്തെ വരികയാണെങ്കിൽ നിങ്ങൾ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ പെടും. ഇല്ലെങ്കിൽ മാഷാ അല്ലാ. എന്താണ് വിശേഷം? എന്താണ് വിശേഷം? സുഖല്ലേ? അല്ല റഹ്മാനിക്ക, നിങ്ങൾ ഇത്ര വലിയ ഇഫ്താറൊക്കെ എത്ര സമയം ഷോർട്ട് നോട്ടീസിൽ അറേഞ്ച് ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇക്കൊല്ലത്തെ നോമ്പുകാലം അവസാനിക്കാൻ ഇനി 1-2 ദിവസം മാത്രമേ ഉള്ളൂ. ഏറ്റവും സർപ്രൈസ് ആയിട്ടുള്ള, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത 5:40 ഞാനിവിടെ എത്തിയിട്ട് നമുക്ക് നോമ്പ് തുറക്കേണ്ടത് ചോദിക്കുന്നു. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഹായിലുള്ള മൊത്തം കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് എല്ലാവരെയും, കുട്ടികളും അതുപോലെ തന്നെ കോൺസുൽ സ്റ്റാഫ് ഉൾപ്പെടെ നമ്മളുടെ കൂടെ ചേർന്നുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള. അപ്പോൾ ഞങ്ങൾ ദുബായ്ക്കാരുടെ 3 പേരുടെ ഭാഗത്തുനിന്ന് നിങ്ങളെല്ലാവരോടും ഒരു നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്. കാരണം ഒരിക്കലും പ്രതീക്ഷയല്ല. കാരണം ഇത്രമാത്രം വിഭവങ്ങൾ ഇതിൽ എന്തൊക്കെയാണ്, ഇതൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? എഗ്ഗ് മാത്രം എനിക്കറിയാം, വേറെ എന്തൊക്കെയാണ് ഇതിലുള്ളത്? കട്ട്ലറ്റ്, സമൂസ, സ്പ്രിംഗ് റോള്, പിന്നെ ഉള്ളിവട, മുട്ട പൊരിച്ചത്. എത്ര ഐറ്റംസ് ഉണ്ട് നമുക്കൊന്ന് എണ്ണി നോക്കാം. ഇവിടെ നിന്ന് എണ്ണി നോക്കുകയാണെങ്കിൽ ഓക്കെ. പറയാതിരിക്കാൻ വയ്യ. കാരണം ഇത്രയും ഒരു വളരെ ക്ലോസ് നിറ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി, ആ ഒരു ബോണ്ടിങ്. അതുകൊണ്ട് തന്നെ എന്തൊരു ബുദ്ധിമുട്ട് വരികയാണെങ്കിലും ഒക്കെ തന്നെ ഇതുപോലുള്ളൊരു സ്നേഹം എന്നും ഉണ്ടാവട്ടെ. കാരണം ഞങ്ങൾ ദുബായിലുള്ള ആളുകളൊക്കെ സംബന്ധിച്ചൊക്കെ ഒരു 6 മാസത്തെ പ്രിപ്പറേഷൻ വേണം ഇതുപോലുള്ള ഒരു ഇഫ്താർ അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇതൊരു അരമണിക്കൂറിനുള്ളിൽ ഇത്രയും അസൂയ തോന്നുന്നുണ്ട്. അതെ 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 അതെ, ഏതായാലും സന്തോഷമുണ്ട്, വളരെ ഹാപ്പി ആയിട്ടുണ്ട്. കാരണം ഇതുപോലെ വയറ് നിറച്ചിട്ടുള്ള ഒരു ഇഫ്താർ എനിക്ക് തോന്നുന്നില്ല. ഇത്രയും സ്നേഹത്തോട് കൂടിയിട്ടുള്ളത് ആർക്കെങ്കിലും ആസ്വദിക്കാൻ പറ്റുന്നുള്ളത്. നിങ്ങൾ അക്കാര്യത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് അസൂയുണ്ട് കേട്ടോ. ഹായിൽ സിറ്റിയിലുള്ള ലാൻഡ്മാർക്കാണ് ആരിഫ് ഫോർട്ട്. ആ ഫോർട്ടിലേക്കല്ല ഇപ്പം നിങ്ങൾ നോക്കേണ്ടത്. ആ ഫോർട്ടിന് താഴെ കുറച്ച് മനുഷ്യർ ഞങ്ങളെല്ലാവരും ചേർന്ന് ഇനി ഇത്തവണത്തെ 2024 റമദാൻ കഴിയാൻ ഇന്ന് ഫ്രൈഡേ ആണ്. ഇനി 1-2 ദിവസം മാത്രമേ ഉള്ളൂ. വളരെ സർപ്രൈസ് ആയിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഇഫ്താർ. അതിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ഐറ്റംസും ഇവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളിതെല്ലാം വീഡിയോയിലാക്കിയിട്ട് ദുബായിൽ കാണിച്ചു കൊടുക്കൂട്ടോ എല്ലാവർക്കും. ഇങ്ങനെ വേണം ഇനി ഇഫ്താർ നടത്താനുള്ളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. സൗദിയിലെ ഹായിലിന്റെ ചരിത്രം അറിയണം എന്ന് പറഞ്ഞെത്തിയപ്പം ഇത് ചരിത്ര പുരുഷന്മാരാണ് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് മൊയ്തുക്ക ഇതെന്താണെന്നുള്ള ആദ്യം ഒന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് തുടങ്ങണം. ഇതെന്താ, ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേര് ഷോർബ എന്ന് പറയും. ഷോർബ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുക? ഇത് ഓട്സ്, ചിക്കന്, പിന്നെ മാഗി നൂഡിൽസ്, മാഗി മറ്റേ സ്റ്റോക്ക്, അതൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്നതാണ്. ഇത് നോമ്പ് കാലത്ത് മാത്രമാണോ കഴിക്കുക? ഒന്ന് പിടിച്ചിട്ട് ഞാൻ ആദ്യം പരിചയപ്പെടുത്തി തരട്ടോ. മൊയ്തുക്ക 40 വർഷമായതിനു ശേഷം പിന്നെ കൗണ്ടിങ് നിർത്തി. ഈ ഹായിൽ വന്നിട്ട് 40 വർഷമായി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാ വർഷം ചോദിക്കുമ്പോഴും മൊയ്തുക്ക പറയും 40 ആയിട്ടുണ്ട് എന്നുള്ളത്. 40ന്റെ അപ്പുറത്തേക്ക് പിന്നെ എണ്ണിയിട്ടില്ല എന്നാണ് പറയുന്നത്. മൊയ്തുക്ക ഇവിടെ നാട്ടിലെവിടെയാണ്? നാട്ടില് മൊകേരി. അതുകൊണ്ടാണ് മൊകേരി മൊയ്തുക്ക എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ.
കാരണം ഇത്രമാത്രം നമ്മൾ എന്തൊക്കെ കഴിച്ചു ഇപ്പം നോമ്പറക്കാനുള്ള ഒന്ന് പറഞ്ഞു തരുമോ? ഒന്ന് അറിയുന്ന പേരുകളൊക്കെ ഒന്ന് പറയോ? കട്ട്ലറ്റ് ഉണ്ട്, സമൂസ, ഇറച്ചി, പ്രോൺസ്, ചെമ്മീൻ നിറച്ചതുണ്ട്, ചെമ്മീൻ ഉണ്ട്, ചെമ്മീൻ ഉണ്ട്, ചെമ്മീൻ ഉണ്ടാ, ചെമ്മീൻ അട, മുട്ട പിന്നെ ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് അതിനുള്ളിൽ എന്തോന്ന് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് പിന്നെ മുട്ട പൊരിച്ചതുണ്ടായിരുന്നു, മാവ് പുരട്ടി പൊരിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കായ്പോള ഉണ്ടായിരുന്നു, പിന്നെ ചട്ടിപ്പത്തിരി ഉണ്ടായിരുന്നു. പിന്നെ പേര് പറയാൻ പറ്റാത്ത കുറെ സംഭവങ്ങളുണ്ട്. ഇതെല്ലാം സമ്മതിക്കണ്ടട്ടെ. കാരണം എന്താണെന്നറിയോ? 5 ഈത്തപ്പഴം പൊരിച്ചത്, അത് ഞങ്ങളുടെ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ഓക്കെ, പിന്നെ ഇതല്ലേ പറയാൻ കാരണം എന്താണെന്നറിയോ? ഇതേ 5:25 ഞാൻ ഇവിടുത്തെ സാംസ്കാരിക ഈ ഹായിലുള്ള എല്ലാവർക്കും തന്നെ റഹ്മാനിക്ക് അറിയാമായിരിക്കും. റഹ്മാനിക്കും ഞാനും കൂടിയും ഹാത്തിം തായി അവിടെ എന്താണ് ആ ഒരു പള്ളിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. പിന്നീട് ഞങ്ങൾ 5:30 ആ പ്ലാൻ മാറ്റുന്നത്. 35 പറഞ്ഞു നമുക്കിവിടെ ചെറിയ ഇഫ്താർ ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ വരുമ്പോഴേക്ക് നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിറ്റി ബോണ്ട് ഉണ്ടല്ലോ, ഒരു കുടുംബം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. നാട്ടിലുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ദുബായിലോ ഒന്നും തന്നെ ഇങ്ങനൊരു അസൂയ തോന്നിക്കുന്ന കുടുംബം ഉണ്ടാവില്ല. എന്താണ് ഈ ഒരു കെട്ടുറപ്പിന്റെ രഹസ്യം? കെട്ടുറപ്പിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും സഹായങ്ങൾ പല ഭാഗത്തും ആൾക്കാരുണ്ടല്ലോ. അതിനായിട്ട് മെയിനായിട്ട് കൂട്ടായ്മ തന്നെ. ഞങ്ങളൊരു 20 വർഷത്തിൽ കൂടുതലായി ഞങ്ങളെ അമീർ എന്ന് ഞങ്ങൾ എപ്പോഴും വിളിക്കലും മൊയ്തുക്കാനാണ്. ഞങ്ങൾ അമീർ മൊയ്തുക്കാണ്, ഏറ്റവും സീനിയർ മോസ്റ്റ് ആണ് ഞങ്ങളെ ഏറ്റവും. അല്ല, ഞാൻ എന്താ പറയാൻ കാരണം അറിയോ? ഇതിപ്പം പ്രായമായിട്ടുള്ളവർ മാത്രമല്ല, എല്ലാ ഏജും ഉണ്ട്. ഫാമിലീസും കുട്ടികളും എല്ലാം ചേർന്ന് ഇഫ്താറിന് ഇതുപോലുള്ള ഒരു സ്നേഹത്തിന്റെ ഒരു സെലിബ്രേഷൻ ഉണ്ടല്ലോ. അത് ഞാനിപ്പോ അടുത്ത കാലത്തൊന്നും ആസ്വദിച്ചിട്ടില്ല. ഞാൻ കാണാറൊക്കെ ഉണ്ട്, പക്ഷെ അടുത്ത കാലത്തൊന്നും ഈ തിരക്കിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് എന്തൊരു നമ്മളുടെ ഒരു വീട്ടിന്റെ ഉള്ളിൽ നമ്മൾ എല്ലാവരും കുടുംബക്കാര് ചേർന്നിട്ടുള്ള ഒരു ഇഫ്താർ പെട്ടെന്നായതുകൊണ്ട് നമുക്കൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാനുള്ള ഒരു ടൈം കിട്ടിയില്ല. അല്ല, അരമണിക്കൂറല്ലേ ഉള്ളൂ. പേര് പോലും പറയാൻ നിച്ചല്ല. കാരണം എന്താ വെച്ചാൽ പല വീട്ടുകളിൽ നിന്ന് വന്ന എല്ലാം നമ്മള് വീട്ടിലുണ്ടാക്കിയ സാധനം മാത്രമേ ഉള്ളൂ. അതിൽ പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു സാധനമില്ല. ഈവൻ ജ്യൂസ് അടക്കം നമ്മൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നത്. അപ്പൊ അതുകൊണ്ടാണ് എന്തൊക്കെയാണ് ഇവൻ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഇവരുണ്ടാക്കിയത് എനിക്ക് തന്നെ ഓർമ്മയില്ല. കാരണം എത്തുമ്പോഴാണ് നമ്മൾ കാണുന്നത്. പെട്ടെന്ന് തീരുമാനിച്ചുള്ള പരിപാടിയാണ്. അപ്പം പിന്നെ വെച്ചാൽ ഞങ്ങൾ 20 വർഷമായിട്ട് ഞങ്ങള് 8-10 പേര് ഫാമിലി ആയിട്ട് ഞങ്ങൾ ഒന്നിച്ച് എല്ലാ വീക്കെൻഡിലും എന്തെങ്കിലും ഇവിടുത്തെ ഇസ്ത്രാഹ റിസോർട്ടുകൾ എന്ന് പറയും, റിസോർട്ടുകളിൽ അതേപോലെ മന്ത്ലി ഒരു ആടെ ഒക്കെ കൊണ്ടുപോയിട്ട് ചുട്ട് അതിന്റെ ഒക്കെ മെയിൻ അമീർ ഇതൊക്കെയാണ്. അപ്പോ അതൊക്കെയാണ് ഞങ്ങള് വർഷങ്ങളായിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ ഇപ്പൊ കുട്ടികളൊക്കെ വലുതായി. അപ്പൊ ഞങ്ങള് പിന്നെന്താ പറയാ, എല്ലാവരും നാട്ടിലൊക്കെ പഠനം കാര്യം ആയതുകൊണ്ട് അപ്പൊ ഞങ്ങൾ ബാച്ചിലേഴ്സ് ഞങ്ങൾ വിട്ടിട്ടില്ല. അവര് നാട്ടിലാണെങ്കിൽ ഞങ്ങൾ കൂടും. ഈ പലർക്കും മിസ്സാവിടെ എന്താണെന്നറിയോ? നമ്മൾക്ക് എല്ലാം ഉണ്ട്, പക്ഷെ ഈ ഒരു കമ്മ്യൂണിറ്റി ലൈഫ്, ഫാമിലി ലൈഫ്, അത് ഇവിടെ പിള്ളേർ ഇവിടെ പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു, അവിടെ കുറച്ച് പേര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, അവിടെ കുറച്ച് പേര് സ്വരം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, അതിന്റെ ഇടയിലൂടെ ഭക്ഷണം നിറച്ചുകൊണ്ടിരിക്കുന്നു. അത് ഭക്ഷണം ആദ്യത്തെ കോഴ്സ് കഴിഞ്ഞപ്പോഴേക്കും സെക്കൻഡ് കോഴ്സ് മെതുക്കയുടെ നേതൃത്വത്തിൽ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഞാൻ തന്നെ വിളമ്പി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വിളമ്പി കൊടുത്തോണ്ടിരിക്കുന്നത്. ഷോർബ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത കോഴ്സ് എപ്പോഴാണ്? ഇനി അത് കഴിഞ്ഞ് അടുത്തതുണ്ട്. ഏതായാലും ഷാ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതും കഴിക്കണം. അതെ. എന്നിട്ട് ഈ എപ്പോഴാണ് നിങ്ങളപ്പോ നാട്ടിൽ പോക്കൊക്കെ എങ്ങനെയാണ്? നാട്ടിലങ്ങനെ 6 മാസം അങ്ങനെ പല ഓരോരുത്തർ പിന്നെ വെക്കേഷനിൽ അധികം ഫാമിലി ഇവിടെ ഉണ്ടാവും. നിങ്ങളൊക്കെ ഇപ്പം ഞാൻ കണ്ടവരെല്ലാം 20-25 വർഷമാവുന്നു. ഇപ്പൊ ഹായിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചു പോകാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവില്ല. ഇവിടെ നല്ലൊരു ക്ലൈമറ്റ് ആണ്. അതായത് ഇവിടെ ഇപ്പൊ ഒരു AC ക്ലൈമറ്റ് അല്ല. റമദാൻ മാസം ഫുള്ള് ഒരു AC ക്ലൈമറ്റ്. ഇനിയിപ്പോ ഇതൊരു 1-2 മാസം കൂടി നിലനിൽക്കും. പിന്നെ ഇങ്ങനെ ചൂടിലേക്ക് പോകും. ഒരു 3 മാസം 4 മാസം മാക്സിമം നമുക്കൊരു നല്ല ചൂടുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ തണുപ്പിലേക്ക് തന്നെ നല്ല AC ക്ലൈമറ്റിലേക്ക് തിരിച്ചു വരും. അത് കഴിഞ്ഞിട്ട് വീണ്ടും നല്ല തണുപ്പാവും. തണുപ്പ് മൈനസ് വരെ വരും. ഒരു നാടിന്റെ ആ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുള്ള ആളുകൾ അവിടുന്ന് പോകാൻ മടിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പെറ്റമ്മയെ പോലെ തന്നെ പോറ്റമ്മയെ സ്നേഹിക്കുന്ന രൂപത്തിൽ ഈ നാട്ടിൽ തന്നെ ഇപ്പം 40 വർഷമാവുന്നു, 20 വർഷം കഴിഞ്ഞു, 25 വർഷമാവുന്നു, എത്രയായി 32 വർഷമാവുന്നു. ഇവരുടെയൊക്കെ കുട്ടികൾ, പേരക്കുട്ടികൾ, കുടുംബം, എക്സ്റ്റെൻഡഡ് ഫാമിലീസ് എല്ലാവരും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഹായിലാണ് ഇവരെ സംബന്ധിച്ച് ഈ ഭൂമുഖത്തെ ഏറ്റവും മികച്ച ഒരു ജീവിതാനുഭവം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇഹലോകത്തുള്ളൊരു സ്വർഗമായിട്ട് ഹായിലിനെ അവരെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഈ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു സന്തോഷം, സ്നേഹം എന്നും അതുപോലെ തന്നെ ഉണ്ടാവട്ടെ. താങ്ക് യു മൊയ്തുക. സന്തോഷമുണ്ട് കാണാൻ പറ്റിയതിൽ. ആ ഷോർബ ഇനി ഫിഷ് ഐറ്റം ഒരു ഷോർബയോ അല്ലെങ്കിൽ വെജോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എല്ലാ സന്തോഷവും ഉണ്ടാവട്ടെ കേട്ടോ. ആയിക്കോട്ടെ.
എൻ്റെ പിറകിലുള്ള ആളുകൾ ദുബായിലുള്ള നമ്മളോട് എല്ലാവരോടും കൂടിയിട്ട് അഡ്വാൻസ് ഈദ് മുബാറക് ഒന്ന് കേൾക്കട്ടെ. ഈദ് മുബാറക് എന്നൊന്ന് ഉറക്കത്ത് പറഞ്ഞു എല്ലാവരും.